ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഫാക്ടർ അനാലിസിസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസും അതിൻ്റെ മെത്തേഡ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ഭാഗമാണ് റൊട്ടേഷൻ എന്നുള്ളത്. എന്താണ് റൊട്ടേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫാക്ടർ അനാലിസിസ് ആയിട്ടുള്ള കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസും നമ്മൾ എന്ത് ചെയ്യും, CFA, ഇത് രണ്ടും എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസിലെ റൊട്ടേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ അതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞു, അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതികൾ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടർ അനാലിസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, PYQs ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിൽ ഇനി അവസാനമായിട്ട് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് നമ്മൾ ചെയ്യുന്നതാണ് റൊട്ടേഷൻ എന്നുള്ളത്. വോട്ടിൻ്റെ 1993 അദ്ദേഹം കൊടുത്ത ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എനി ഓഫ് സെവറൽ മെത്തേഡ്സ് ഇൻ ഫാക്ടർ അനാലിസിസ് by which the researcher attempts to relate the calculated factors to theoretical entities. This is done differently depending upon whether the factors are believed to be correlated, oblique or uncorrelated, orthogonal. So ഈ റൊട്ടേഷൻ സിംപ്ലി നമുക്ക് പറയാൻ സാധിക്കും, ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ നമ്മൾ ഫാക്ടേഴ്സിനെ നമ്മുടെ ഡാറ്റയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് യഥാർത്ഥത്തിൽ റൊട്ടേഷൻ എന്നുള്ളത് സിംപ്ലി നമുക്ക് പറയാൻ സാധിക്കും. അതിൽ 2 ടൈപ്പ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. ഓർത്തോഗോണൽ റൊട്ടേഷൻ എന്നാണ് ഒന്നാമത്തെ ടൈപ്പ്, രണ്ടാമത്തത് ഒബ്ലിക് റൊട്ടേഷൻ. ഓർത്തോഗോണൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തോഗോണൽ റൊട്ടേഷൻ മെത്തേഡ്സ് അസ്യൂം ദാറ്റ് ദ ഫാക്ടേഴ്സ് ഇൻ ദ അനാലിസിസ് ആർ അൺകോറിലേറ്റഡ്. അൺകോറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അനാലിസിസ് അൺകോറിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, ഓർത്തോഗോണൽ റൊട്ടേഷൻ. അതിൻ്റെ ഓർത്തോഗോണൽ മെത്തേഡ്സിൻ്റെ എക്സാമ്പിളാണ് ഇക്വമാക്സ്, ഓർത്തോമാക്സ്, കോട്ടിമാക്സ് ആൻഡ് വെരിമാക്സ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ്. ഓക്കെ, പിന്നെ റൊട്ടേഷൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്, സെക്കൻഡ് ടൈപ്പാണ് ഒബ്ലിക് റൊട്ടേഷൻ. മെത്തേഡ്സ് അസ്യൂം ദാറ്റ് ദ ഫാക്ടേഴ്സ് ആർ കോറിലേറ്റഡ്. ഓക്കെ, മെത്തേഡ് അസ്യൂം ദാറ്റ് ദ ഫാക്ടേഴ്സ് ആർ കോറിലേറ്റഡ്. സിംപ്ലി നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഒബ്ലിക്ക്, അതുപോലെ തന്നെ എന്താണ് ഓർത്തോഗോണൽ എന്നുള്ളത് പഠിക്കാൻ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഫാക്ടേഴ്സ് ഇൻ ദ അനാലിസിസ് ആർ അൺകോറിലേറ്റഡ്, ഫാക്ടേഴ്സ് ഇൻ ദ അനാലിസിസ് ആർ ഫാക്ടേഴ്സ് ആർ കോറിലേറ്റഡ്. സോ ഈ ഒരു ഭാഗം പഠിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അതിൻ്റെ ഒബ്ലിക് റൊട്ടേഷൻ്റെ മെത്തേഡ്സ് എന്താണ്, ഡയറക്റ്റ്, ഒബ്ലിമിൻ ആൻഡ് പ്രോമാക്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. സോ ഇത്രേ ഉള്ളൂ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബ്രീഫായിട്ടുള്ള കാര്യം നമ്മുടെ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. ഇതോടുകൂടി എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറയുന്നത് എന്താണ്, ഓക്കെ, അതിൻ്റെ മുന്നേ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ? ദ ഓർത്തോഗോണൽ റൊട്ടേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഫാക്ടർ അനാലിസിസ് വെൻ ദ ഫാക്ടേഴ്സ് ആർ uncorrelated, correlated, dependent upon each other, placed at 180 degree to each other. സോ ഈ ക്വസ്റ്റ്യന് 2019 ശേഷം ചോദിച്ച ഒരു ചോദ്യമാണ്, നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഓർത്തോഗോണൽ റൊട്ടേഷൻ എന്താ ചോദിച്ചത്, ഓർത്തോഗോണൽ റൊട്ടേഷൻ ആണ്. അപ്പം ഇത് റൊട്ടേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഏതാണ്, എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് ആണ്. അതിൽ ഓർത്തോഗോണൽ റൊട്ടേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഫാക്ടർ അനാലിസിസ് വെൻ ദ ഫാക്ടേഴ്സ് ആർ, ഫാക്ടേഴ്സ് എങ്ങനെ ഉള്ള ആയിരിക്കുമ്പോഴാണ് ഓർത്തോഗോണൽ റൊട്ടേഷൻ നമ്മൾ ചെയ്യുക. ഏതാണ്, നിങ്ങൾ നോക്കുക, ഒബ്ലിക്ക് എന്താണ്, ഫാക്ടേഴ്സ് ആർ കോറിലേറ്റഡ്. എന്നാൽ ഓർത്തോഗോണലോ, ഫാക്ടേഴ്സ് ഇൻ ദ അനാലിസിസ് ആർ അൺകോറിലേറ്റഡ്. സോ ആൻസർ എന്താണ്, അൺകോറിലേറ്റഡ്. കോറിലേറ്റഡോ ഡിപ്പെൻഡൻ്റ് അപ്പോൺ ഈച്ച് അതറോ പ്ലേസ്ഡ് അറ്റ് 180 ഡിഗ്രി ടു ഈച്ച് അതറോ അല്ല. ഏതാണ് വരിക, അൺകോറിലേറ്റഡ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി. ഇനി കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ്. Confirmatory factor analysis means the confirming that the factor structure obtained in exploratory factor analysis. എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസിൽ നിന്ന് നമ്മൾ ലഭിച്ച ഫാക്ടേഴ്സ്, ഇപ്പോൾ റൊട്ടേഷൻ വരെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ലഭിച്ച ഫാക്ടേഴ്സ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് പറയുന്നുണ്ട്. എന്താണ്, അമോസ്, ലിസറൽ, SS. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. താഴെ കൊടുത്ത ഇതിൽ ഏതൊക്കെ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസിൽ ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ത്, ലിസറൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതെന്താണ്,
കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ, അതാണ് ഇതിൽ വന്നിട്ടുള്ളത്, ലിസറൽ, അമോസ്. ഇതൊക്കെ ഈ അമോസ് ഒക്കെ യഥാർത്ഥത്തിൽ SPSS നമ്മളൊക്കെ PG റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, യഥാർത്ഥത്തിൽ ഡെസേർട്ടേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് SPSS. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അമോസ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഓക്കെ, അപ്പം ഇതാണ് കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ്. ഇനി നെക്സ്റ്റ്, ഫാക്ടർ അനാലിസിസ് can be applied only to correlations calculated using the Pearson correlation formula. സോ ഇത് നമ്മൾ അവസാനമായിട്ട് ഈ ഒരു ഫാക്ടർ അനാലിസിസിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറയുകയാണ്, ഇത് കൂടുതലായി യൂസ് ചെയ്യുക എങ്ങനെ, അപ്ലൈഡ് ഓൺലി ടു ദ കോറിലേഷൻസ് കാൽക്കുലേറ്റഡ് യൂസിങ് പിയേഴ്സൺ കോറിലേഷൻ ഫോർമുല. ഓക്കെ, അപ്പം ഇതെന്തായിരിക്കും, ഇതൊരു പാരാമെട്രിക് ആയിരിക്കും. ഓക്കെ, പാരാമെട്രിക് ആവണം, എന്താവണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അതെന്ത് ചെയ്യണം, നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാം. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫാക്ടർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫാക്ടർ അനാലിസിസ് ആണ് എന്നുള്ള പറയാൻ പറ്റിയ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് താഴെ കൊടുത്തവയിൽ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഫാക്ടർ എക്സ്ട്രാക്ഷൻ ഈസ് സ്റ്റോപ്പ്ഡ് വെൻ ഈഗൻ വാല്യൂ ബിക്കം ലെസ് ദാൻ 1. ശരിയാണോ? അത് ഫാക്ടർ അനാലിസിസുമായിട്ട് ബന്ധമുണ്ടോ? നോക്കാം. ഈഗൻ വാല്യൂ, യഥാർത്ഥത്തിൽ ഈഗൻ വാല്യൂ 1 ചെറുതാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. 1 വലുതാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, അത് ഫാക്ടർ എക്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഫാക്ടർ എക്സ്ട്രാക്ഷൻ ഈ സ്റ്റോപ്പ്ഡ് വെൻ ഈഗൻ വാല്യൂ ബിക്കം ലെസ് ദാൻ 1. 1 ചെറുതാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഫാക്ടർ അനാലിസിസ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇതെന്താണ്, ഇത് ശരിയാണ്. ഇറ്റ് ഈസ് ആൻ ഇന്റർഡിപെൻഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്റർഡിപെൻഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ്, A and D, B and C, A, B and D, B, C and D. അപ്പം ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടർ എക്സ്ട്രാക്ഷൻ സ്റ്റോപ്പ് നമ്മൾ പറഞ്ഞു, അതെന്താണ്, അത് ശരിയാണ്. രണ്ടാമത്, ഇറ്റ് ഈസ് ആൻ ഇന്റർഡിപെൻഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്റർഡിപെൻഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വേരിയബിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ നോക്കുക, അത് നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുക എന്നുള്ളതിനൊക്കെ പറയുന്ന പേരാണെന്ത്, ഇന്റർഡിപെൻഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഇതെന്താണ്, ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് തമ്മിൽ കൊറിലേഷൻ നോക്കുന്നതും റിലേഷൻഷിപ്പ് നോക്കുന്നതും തന്നെയാണ് അല്ലേ, തുടക്കത്തിൽ അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇതെന്താണ്, ഇന്റർഡിപെൻഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇതും ശരിയാണ്. അടുത്തത്, ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് അനാലിസിസ്. ഡാറ്റ ഡസ് നോട്ട് ഫോളോ ദ സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ ആണോ? അല്ല. ഡാറ്റ ഒരു സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാക്ടർ അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ പറഞ്ഞു എന്ത്, ഫാക്ടർ അനാലിസിസ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു കോറിലേഷൻസ് കാൽക്കുലേറ്റഡ് യൂസിങ് പിയേഴ്സൺ കോറിലേഷൻ ഫോർമുല. സോ അതെന്താണ്, പാരാമെട്രിക് ആണ്, അതുപോലെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോൺ പാരാമെട്രിക് അനാലിസിസ് എന്നുള്ളത് എന്താണ്, തെറ്റാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. പിന്നെ ഡി എന്താണ്, സ്ക്രീ പ്ലോട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ്. സ്ക്രീ പ്ലോട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ്. ശരിയല്ലേ? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെ മെത്തേഡാണ്, ഈഗൻ വാല്യൂ, അതുപോലെ തന്നെ ആ ഏഗൻ വാല്യൂയുടെ നമ്മൾ ലഭിക്കുന്ന ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണത് സ്ക്രീ പ്ലോട്ട്. ഈ 2 മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുക. സോ ഇതും എന്താണ്, ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക, A, B and D. ഓക്കെ, അപ്പം ഈ 3 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഭാഗത്ത് യഥാർത്ഥത്തിൽ കൺസെപ്റ്റ് ഓഫ് ഫാക്ടർ അനാലിസിസ് നമ്മൾ പറഞ്ഞു, ഫാക്ടർ അനാലിസിസ് എന്താണ് അതിൻ്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എത്ര ടൈപ്പ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. അതിൽ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ് എന്നുള്ളത് ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. CFAയും EFAയും നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ ഫാക്ടർ അനാലിസിസിൽ ഈ 2 ഭാഗം എന്നുള്ളത്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് 2019 ശേഷം ചോദിച്ച 3 ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം ഫാക്ടർ അനാലിസിസ് എന്നുള്ള ഭാഗം നമ്മുടെ ഇവിടെ എന്താണ്, പരിപൂർണമാവുകയാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാം. ഇനിയും നിങ്ങൾ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ടുള്ള കോഴ്സ്, എൻലൈറ്റ് എന്നുള്ളത് ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ്, വാട്സപ്പ് ത്രൂ ആണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണും നമ്മുടെ
ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്, ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഡെയിലി നമ്മൾ ഗ്രൂപ്പുകളിൽ പോൾ ഇടും. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ സ്പെഷ്യലായിട്ട് പ്രീവിയസ് ഇയർ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിലിടും. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഡെയിലി ഒരു വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ടുള്ള ഞങ്ങളെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒക്കെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക്